സിന്ദൂരരേഖ ഭാഗം 21. എന്താ നിനക്ക് വയ്യേ? മുഖമാകെ വല്ലാതിരിക്കുന്നു. അവളുടെ കവിളിലൊന്ന് പിടിച്ചുകൊണ്ട് ഉണ്ണി ചോദിച്ചതും അമ്മാളു അവനെ സംശയത്തോടെ നോക്കി. ഉണ്ണി അങ്ങനെ ചോദിച്ചപ്പോൾ അമ്മയുടെ നോട്ടവും അമ്മാളുവിൻ്റെ നേർക്കായി. എനിക്കെന്ത് കുഴപ്പം? എനിക്ക് വയ്യഴുകിയൊന്നുമില്ലല്ലോ. അമ്മാളു അങ്ങനെ പറഞ്ഞപ്പോഴും ഉണ്ണി അവളെ സംശയത്തോടെ ഒന്ന് നോക്കി. അപ്പോഴും അമ്മാളു ഒന്നുമില്ലെന്ന രീതിയിൽ അവനെ നോക്കി കണ്ണടച്ച് കാണിച്ചു. ആ, ഏട്ടനെത്തിയല്ലോ. ഉണ്ണി പറഞ്ഞതും എല്ലാവരുടെയും കണ്ണുകൾ മേലേക്ക് പോയി. അവിടെ നോക്കിയപ്പോൾ അവൻ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. കുളി കഴിഞ്ഞ് വരുന്നത് കൊണ്ട് തന്നെ മുടിയിൽ നിന്ന് വെള്ളം വീണുകൊണ്ടിരിക്കുകയായിരുന്നു. നനഞ്ഞിരിക്കുന്ന മുടി വിരൽ ഉപയോഗിച്ച് ഒന്നാകെ മുകളിലേക്കൊന്ന് ചീകിയിട്ടു അവൻ. എന്നെ കാത്തിരുന്നതാണോ എല്ലാവരും? ചെറിയൊരു പുഞ്ചിരിയോടെ ആയിരുന്നു മനു അത് ചോദിച്ചത്. പിന്നല്ലാതെ ഞങ്ങൾ വേറെ ആരെ കാത്തിരിക്കാനാ? ഉണ്ണി അപ്പോൾ തന്നെ അതിന് ഉരുളയ്ക്കുപ്പേരി എന്നതുപോലുള്ള ഉത്തരവും കൊടുത്തിരുന്നു. അതിന് മനു അവനെ ഒന്ന് ഇരുത്തി നോക്കി. അതിനുശേഷം കൈയൊക്കെ കഴുകി വന്ന് ഡൈനിങ് ടേബിളിലേക്കിരുന്നു. മനു ടേബിളിൻ്റെ നടുക്കിട്ടിരിക്കുന്ന കസേരയിലായിരുന്നു ഇരുന്നത്. അതിൻ്റെ ഒരു സൈഡിലായി അമ്മയും മറു സൈഡിലായി അമ്മാളവും ഇരുന്നു. അമ്മാളു ഇരുന്നതിൻ്റെ അരികിലായിട്ടായിരുന്നു ഉണ്ണി വന്നിരുന്നത്. രണ്ടും കൂടി ഡൈനിങ് ടേബിളിൽ വന്നിരുന്നപ്പോൾ മുതൽ തുടങ്ങിയ സംസാരമാണ്. ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പിറുപിറുക്കുന്നതും ചിരിക്കുന്നതുമൊക്കെ ഉണ്ണിയും അമ്മയും കാണുന്നുണ്ടായിരുന്നു. ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ രണ്ടുപേരും ഒന്ന് അടങ്ങി. മനു ഇത് കണ്ട് അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട്. അവൻ പോകുന്നത് വരെ സാധാരണ രീതിയിൽ സംസാരിച്ചിരുന്ന രണ്ടുപേർ ഇപ്പോൾ അടയും ചക്കരയും പോലെയാണ് സംസാരിക്കുന്നത്. അത് കണ്ടതും എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും മനുവിൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അമ്മാളുവിൻ്റെയും ഉണ്ണിയുടെയും നേർക്ക് പോകുന്നുണ്ടായിരുന്നു. പോകാൻ ധൃതിയുള്ളത് കൊണ്ട് തന്നെ ഉണ്ണിയും അമ്മാളുവും വേഗം തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റു. മനു വളരെ സ്ലോ ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. നല്ല രീതിയിൽ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ഒരുപാട് സമയം വേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് ഉണ്ണിയും അമ്മാളും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പോയിട്ടും മനു അവിടെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചില ദിവസങ്ങളിൽ അമ്മാള് നേരത്തെ പോകാറുണ്ട്. അല്ലാത്ത ദിവസങ്ങളിൽ അവളെ കൊണ്ടുപോയി ആക്കുന്നത് ഉണ്ണി തന്നെയാണ്. ഇന്നെന്തായാലും വൈകി ഇറങ്ങിയ സ്ഥിതിക്ക് ഉണ്ണി പോകുമ്പോൾ അവൻ്റെ കൂടെ തന്നെ പോകാം എന്നാണ് അവൾ കരുതിയത്. ഏട്ടത്തി, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഏട്ടൻ്റെ കൂടെയാണോ? കീ ഹോൾഡറിൽ നിന്ന് കാറിൻ്റെ കീ എടുത്തുകൊണ്ട് ഉണ്ണി ചോദിച്ചതും അമ്മാളു അവനെ തിരിഞ്ഞു നോക്കി. ഇല്ല, ഞാൻ ഏട്ടൻ്റെ കൂടെ തന്നെ വരുവാ. അത് പറഞ്ഞ് അമ്മാളു അവൻ്റെ പിന്നാലെ അമ്മയോടും മനുവിനോടും എന്ന പോലെ പറഞ്ഞുകൊണ്ട് ഇറങ്ങാനൊരുങ്ങി. ഇന്നെന്തായാലും മനു ഇവിടെ ഉള്ളതല്ലേ, അമ്മാളുവിനൊപ്പം മനുവിൻ്റെ കൂടെ പോകാമല്ലോ. അപ്പോഴാണ് അമ്മയുടെ സംശയത്തോടെയുള്ള ചോദ്യം. ഇത് മുൻപേ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. എന്താണ് അമ്മ എന്ത് ചോദിക്കാത്തതെന്ന് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു അവൾ അന്നേരം അത്രയും. എങ്കിലും ഏട്ടൻ പൊയ്ക്കോ. അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ കൂടുതൽ തർക്കിക്കാനൊന്നും നിൽക്കണ്ടല്ലോ എന്ന് കരുതി അമ്മാളും ഒപ്പം തന്നെ ഉണ്ണിയോട് പൊക്കോളാൻ പറഞ്ഞു. മനു ഇനി ഏത് കാലത്ത് കഴിച്ചു കഴിഞ്ഞ് കോളേജിലേക്ക് എത്താനാണെന്ന രീതിയിൽ അവനെ കാത്തുന്നത് പോലെ അമ്മാളു സോഫയിലിരുന്നു. പോകാം. കുറച്ച് സമയം കഴിഞ്ഞതും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മനു വന്ന് അവളോട് ചോദിച്ചു. അവനെ നോക്കിയൊന്ന് തലയാട്ടിക്കൊണ്ട് അവൾ അവനോടൊപ്പം പുറത്തേക്കിറങ്ങി. കോളേജ് എവിടെയാണെന്നുള്ളത് അവൻ അറിയാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അമ്മാളുവിനോട് അവനോട് ഇടയ്ക്കൊക്കെ വഴി പറഞ്ഞു കൊടുക്കുകയായിരുന്നു. രണ്ടുപേരും തമ്മിൽ കൂടുതൽ സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. കോളേജ് എത്തിക്കഴിഞ്ഞപ്പോൾ അവനോട് പോവാണെന്ന രീതിയിലൊന്ന് തലയാട്ടി കാണിച്ചുകൊണ്ട് അമ്മാള് കോളേജ് ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി. അവൾ കോളേജിനകത്തേക്ക് കയറി പോകുന്നത് കണ്ട ഉടനെ തന്നെ മനു തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തി. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ണി വരുന്നത് വരെ അവൾക്ക് ബോറടിയാണ്. കാരണം അവൻ വന്നതിന് ശേഷമാണ് ആ വീട്ടിലൊരു ഒച്ചയും അനക്കവും ഒക്കെ കേൾക്കാനാവുക. 6 മണിയാകുമ്പോൾ കോളേജിൽ നിന്ന് തിരികെ എത്തിക്കഴിഞ്ഞാൽ 7 മണി 7:30 കഴിയുന്നത് വരെ അവൾ ഉണ്ണിയെ കാത്തിരിക്കും. ഇന്നും അതുതന്നെയായിരുന്നു പതിവ്. അല്ലാതെ മനു വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. അവൻ വന്നതും വരാത്തതും ഒക്കെ കണക്കാണെന്നൊരു ചിന്തയായിരുന്നു അവൾക്ക്. കാത്തിരുന്ന് ഒടുവിൽ മുറ്റത്ത് കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ അമ്മാള് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയിരുന്നു. അവൻ പുറത്തേക്കിറങ്ങി വന്നപ്പോൾ തന്നെ അവൾ അവൻ്റെ മുന്നിൽ ചെന്ന് എൻ്റെ സാധനം തരുന്ന രീതിയിൽ അവൻ്റെ മുന്നിൽ ചെന്ന് കൈ നീട്ടി. ഉണ്ണി അവളെ ഒന്ന് പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് പോക്കറ്റിൽ നിന്ന് വെച്ചിരിക്കുന്ന കിറ്റ്കാറ്റ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അത് കണ്ടതും ചിരിച്ചുകൊണ്ട് അത് കയ്യിൽ വാങ്ങി അമ്മാളും അവൻ്റെ കയ്യിൽ തൂങ്ങി. അകത്തേക്ക് വരുമ്പോൾ മനു അമ്മയോട് സംസാരിച്ച് നിൽക്കുന്നു. അമ്മാള് പുറത്തേക്ക് പോകുന്ന സമയം വരെ അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ദാ ഇവിടെ വന്ന് നിൽക്കുന്നു. ഇയാളെന്താ മാജീഷ്യനാണ്? അമ്മാളും അവനെ ഒരു ലോഡ് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് ആലോചിച്ചു. ഏട്ടന് വർക്കില്ലേ? അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഉണ്ണി അവനോട് അതാണ് ചോദിച്ചത്. മനു അതിന് തിരിച്ച് അവനെ ഒന്ന് ഗൗരവത്തിൽ നോക്കി. നോ. ഒറ്റ വാക്കിൽ മനുവിൻ്റെ മറുപടിയും വന്നിരുന്നു. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ മനുവിൻ്റെ ശ്രദ്ധ ഉണ്ണിയിൽ നിന്ന് അമ്മാളുവിൻ്റെ നേർക്കെത്തിയിരുന്നു. ഉണ്ണിയോട് ചേർന്ന് നിൽക്കുന്നവളെ മനു ഒന്ന് സൂക്ഷിച്ചു നോക്കി. താൻ ഇവിടെ നിന്ന് മാറി നിന്ന 2 ആഴ്ച സമയം കൊണ്ട് അവളും ഉണ്ണിയും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ബന്ധം ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്ന് തോന്നി മനുവിന്. ഉണ്ണി ഇപ്പോൾ തന്നോട് സംസാരിക്കുന്നതിലും സമയം ചിലവാക്കുന്നതിലും കൂടുതലായിട്ട്
അവളോടാണ് അടുത്ത് സംസാരിക്കുന്നതും പെരുമാറുന്നതും സമയം ചെലവാക്കുന്നതും ഒക്കെ എന്ന് തോന്നിപ്പോയി അവന്. അന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്ന നേരത്ത് വരെ മനുവിൻ്റെ ശ്രദ്ധ അവളുടെയും ഉണ്ണിയുടെയും നേർക്കായിരുന്നു. കാരണം രണ്ടുപേരും അത്രയും അടുത്ത രീതിയിലാണ് സംസാരിക്കുന്നതൊക്കെ. ശരിക്ക് ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു അനിയത്തി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ പെരുമാറും ആ രീതിയിലാണ് ഉണ്ണി അവളെ കെയർ ചെയ്യുന്നത്. രാത്രി എല്ലാവരുടെയും ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മനു പുറത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ബെഞ്ചിലായി വന്നിരുന്നു. അവൻ പുറത്തേക്ക് പോകുന്നത് കണ്ടതും അമ്മാളു പിന്നെ താഴെ തന്നെ നിൽക്കാതെ മുകളിലേക്ക് പോയിരുന്നു. ഇനി ഈ രാത്രി മുഴുവൻ ഇവിടെ തന്നെ ഇരിക്കാനാണോ നീ ഉദ്ദേശിച്ചിരിക്കുന്നത്? അവൻ അവിടെ ബെഞ്ചിലായി ഇരിക്കുന്നത് കണ്ടതും അമ്മ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇല്ല, ഞാൻ കുറച്ചുനേരം ഇവിടെ ഇരുന്നതിന് ശേഷം പോയി കിടക്കും. അമ്മയും അവനോട് വേഗം തന്നെ വന്ന് കിടക്കണമെന്ന് പറഞ്ഞതിന് ശേഷം മുറിയിലേക്ക് കിടക്കാൻ പോയി. മനു ഒറ്റയ്ക്ക് അങ്ങനെ വെറുതെ ആകാശത്തിലെ നക്ഷത്രങ്ങളെയും നിലാവിനെയും നോക്കിയിരിക്കുകയായിരുന്നു. ഏട്ടനെന്താ ഒറ്റയ്ക്കിരുന്ന് സ്വപ്നം കാണുവാണോ? കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ഉണ്ണി അവൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. ആ വരവ് പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിൽ പെട്ടെന്ന് അവനെ കണ്ടതിലുള്ള ഞെട്ടലോ അവൻ്റെ ശബ്ദം പെട്ടെന്ന് കേട്ടതിലുള്ള ഞെട്ടലോ ഒന്നും ഉണ്ടായിരുന്നില്ല. നോ മാൻ, ഞാൻ വെറുതെ അങ്ങനെ കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കാമെന്ന് കരുതി. വാ, നീ ഇവിടെ ഇരിക്കും. മനു പറഞ്ഞതും ഉണ്ണി അവൻ്റെ അടുത്തേക്കിരുന്നു. കുറച്ചു സമയം രണ്ടുപേരും പരസ്പരം ഒന്നും സംസാരിച്ചില്ല. ഏട്ടൻ ഏട്ടത്തിയോട് സംസാരിക്കാറുണ്ടോ? കുറച്ചു സമയം കഴിഞ്ഞിട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ഉണ്ണി തന്നെ ഒരു സംസാരത്തിന് തുടക്കം കുറിക്കാൻ എന്നതുപോലെ അവനോട് ചോദിച്ചു. അവൻ്റെ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ മനു മുഖം ഉയർത്തി ഉണ്ണിയെ ഒന്ന് നോക്കി. ഡു യു ഫീൽ സോ? ഉണ്ണി ചോദിച്ചതിനുള്ള മറുപടി പറയാതെ മനു അവനോട് ഇങ്ങനെ ഒരു ചോദ്യമാണ് തിരികെ ചോദിച്ചത്. ഓഫ് കോഴ്സ്, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ചിലപ്പോൾ അമ്മയ്ക്കും തോന്നുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളോട് രണ്ടുപേരോടും തുറന്ന് ചോദിക്കാൻ അമ്മയ്ക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം. കാരണം നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങളായിട്ട് തന്നെ പറഞ്ഞു തീർത്ത് പരിഹരിക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അമ്മയൊന്നും ചോദിക്കാതിരിക്കുന്നത്. ഉണ്ണി പറഞ്ഞതും മനു അതിനെ വെറുതെ ഒന്ന് തലയാട്ടുക മാത്രമാണ് ചെയ്തത്. സത്യം പറയുവാണെങ്കിൽ കല്യാണം കഴിഞ്ഞിപ്പോൾ ഏകദേശം 1 മാസം ആകാറായിട്ടുണ്ട്. ഇത്രയും നാളുണ്ടായിട്ട് ഞാനിതുവരെ അവളോട് തുറന്ന് സംസാരിച്ചിട്ടൊന്നുമില്ല. ഐ ഫെൽറ്റ് ഇറ്റ് ഏട്ടാ. ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് ഇതിനു മുൻപും ഞാൻ ഏട്ടനോട് സംസാരിച്ചിരുന്നതാണ്. അന്നും ഏട്ടൻ ശ്രമിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നീട് അതിനെക്കുറിച്ചൊരു സംസാരത്തിന് നിൽക്കാതിരുന്നത്. പക്ഷേ അപ്പോഴുള്ളതിൽ നിന്ന് ഇപ്പോൾ എത്തിയപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിന് ഇതുവരെ ഒരു കുറവുണ്ടായിട്ടില്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. യു ആർ റൈറ്റ്. എനിക്ക് അവളോട് തുറന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനന്ന് ജയ്പൂരിൽ പോകുന്നതിന് തലേ ദിവസമായിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നത് വഴി പാർക്കിൽ നിർത്തി അവളോട് സംസാരിക്കാൻ തുടങ്ങിയതുമാണ്. ബട്ട് ഐ ഫെൽറ്റ് ദാറ്റ് ഷി വാസ് നോട്ട് റെഡി ടു ഹിയർ മീ. അവളോട് അങ്ങനെ തുറന്ന് സംസാരിക്കുന്നതിനിടയിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് അധിക നേരം അവളോട് സംസാരിച്ചിരിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ ഐ എൻഡഡ് അപ്പ് വിത്ത് സെയിങ് എനിക്ക് കുറച്ചുകൂടി സമയം വേണമെന്ന് ഞാൻ തുറന്നു പറഞ്ഞു. അതിൽ കൂടുതൽ എന്തെങ്കിലും സംസാരിക്കാൻ എനിക്കോ അത് കേൾക്കാൻ അവൾക്കോ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ആയിരിക്കാം ഏട്ടാ. ചിലപ്പോൾ ഏട്ടത്തിക്ക് ഏട്ടൻ പറയുന്നത് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ആ സമയം ഉണ്ടായിന്ന് വന്നിട്ടുണ്ടാവില്ല. ബട്ട് യു ഷുഡ് ട്രൈ ഏട്ടാ. ആൻഡ് വേറൊരു കാര്യം പറയാനാണെങ്കിൽ അവൾക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. യെസ് ഉണ്ണി, ഷീ ടോൾ മീ ദാറ്റ് ഷീ ലവ്സ് മീ. ബട്ട് യെസ്, ദാറ്റ് ബട്ട് അതാണ് ഏട്ടൻ്റെ മുന്നിലുള്ള തടസ്സം. അതെന്താണെന്ന് അറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഏട്ടൻ ഏട്ടത്തിയോട് തുറന്നു പറയേണ്ടിയിരുന്നത് ആ ഒരു പക്ഷേ എന്തായിരുന്നു എന്നതാണ്. നിനക്കറിയില്ലേ കാര്യം എന്താണെന്ന്? ഉണ്ണി അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മനുവിൻ്റെ മറുചോദ്യവും അവനെ തേടിയെത്തിയിരുന്നു. ഏട്ടാ, നീ ഇപ്പോഴും? അവൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതും ഉണ്ണിയുടെ ശബ്ദത്തിൽ ഒരുതരം അത്ഭുതവും ഞെട്ടലുമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നത് പോലുള്ളൊരു ഭാവം. ഏട്ടൻ ഇപ്പോഴും അത് തന്നെ ആലോചിച്ച്? ഓ ഗോഡ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉണ്ണി അങ്ങനെ ചോദിക്കുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് അവിശ്വസനീയത മാത്രമായിരുന്നു. അവൻ ആ ചോദ്യം ചോദിക്കുന്നതിനോടൊപ്പം മനുവിനെ നോക്കി അവൻ്റെ കണ്ണുകൾ പോലും വിടർന്നു നിൽക്കുകയായിരുന്നു. അവൻ്റെ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ അവൻ എത്രമാത്രം ആ ചോദ്യത്താൽ സ്വാധീനിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കാനാവുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെയല്ല ഉണ്ണി അങ്ങനെ ഒരു റിയാക്ഷനോടെ തിരികെ ചോദിച്ചതും മനുവിന് അവനോട് തിരികെ എന്ത് പറയണമെന്നതിന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലായിരുന്നു. ഏട്ടാ, സത്യം പറയും, നിനക്കിപ്പോഴും ആ ഒരു പ്രശ്നത്തിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റിയിട്ടില്ലേ? ഉണ്ണി അവിശ്വസനീയതയോടെ മനുവിനോട് വീണ്ടും ചോദിച്ചു പോയി. ഐ എം സ്റ്റിൽ ഹീലിംഗ് ഉണ്ണി. മനു മുഖം ഒന്നാകെ ഉള്ളം കൈയിലൊന്ന് അമർത്തിക്കൊണ്ട് ഉണ്ണിയോടത് തുറന്നു പറഞ്ഞു. നോ വേ ഏട്ടാ, ഇറ്റ്സ് ഫാർ ടു മച്ച്. ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഇനിയും അതിൻ്റെ പിന്നാലെ പോകാനാണ് ഉദ്ദേശമെങ്കിൽ നടക്കില്ല. ആ ഒരു കാരണം പറഞ്ഞാണ് നീ ഏട്ടത്തിൽ നകന്നു നിൽക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ നിനക്ക് കൂട്ടു നിൽക്കില്ല ഏട്ടാ. നിൻ്റെ ജീവിതത്തിൽ നീ ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിരിക്കേണ്ട വർഷങ്ങൾ ആ ഒരു കാര്യം കൊണ്ട് മാത്രം വെറുതെ കളഞ്ഞതാണ്.
ഇപ്പോഴാണ് നീ ഒന്ന് ജീവിതത്തിലേക്ക് തിരികെ കയറിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിൽ നീ വീണ്ടും അങ്ങനെ ഒരു പ്രശ്നം തന്നെ ആലോചിച്ചിരിക്കുവാണെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഏട്ടത്തിയെ നിനക്കറിയില്ല, ഞാനൊന്നും പറയുന്നില്ല. ജീവിതം നിങ്ങളുടേതാണ്. സോ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വേണ്ട വിധത്തിൽ നിങ്ങളായിട്ട് തന്നെ ആലോചിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തീരുമാനിച്ചാൽ മതി. ആൻഡ് അവസാനമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ ഏട്ടനോട് പറയാം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ഏട്ടനോട് രണ്ടാമത്തെ തവണയാണ് സംസാരിക്കുന്നത്. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് ഒരിക്കലും സംസാരിക്കാൻ വരില്ല. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഏട്ടനും ഏട്ടത്തിയും കൂടി പറഞ്ഞൊരു തീരുമാനത്തിലെത്തണം. ഐ ഹോപ്പ് ബോത്ത് ഓഫ് യു വിൽ എൻഡ് അപ്പ് ഇൻ എ പോസിറ്റീവ് ഡിസിഷൻ. അതുകൂടി പറഞ്ഞതിന് ശേഷം പിന്നീട് മനുവിനോടൊരു സംസാരത്തിന് നിൽക്കാതെ ഉണ്ണി അപ്പോൾ തന്നെ എഴുന്നേറ്റ് അകത്തേക്ക് പോയിരുന്നു. അവൻ കൂടി പോയി കഴിഞ്ഞതും മനു ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് ആകാശത്തേക്ക് നോക്കി എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചു. ഇടയ്ക്ക് മുഖം ഒന്നാകെ കൈവെള്ളയിലേക്ക് അമർത്തി. സമയം ഒരുപാട് വൈകിക്കഴിഞ്ഞതിന് ശേഷമാണ് അവൻ വാതിലൊക്കെ അടച്ച് മുകളിൽ മുറിയിലേക്ക് എത്തിയത്. അവൻ വന്ന സമയമായപ്പോഴേക്കും അവൾ നല്ല രീതിയിൽ ഉറക്കം പിടിച്ചിട്ടുണ്ട്. അവളെ നോക്കി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവിടെ കൂടുതൽ സമയം നിൽക്കാതെ മനു ആത്മാവിനുള്ളിലേക്ക് കയറിയിരുന്നു. അതിനുള്ളിലേക്ക് കയറി വരക്കാൻ ബാക്കി വെച്ചിരിക്കുന്ന ഒരു ചിത്രം അതിലേക്ക് അവൻ്റെ കണ്ണുകൾ വന്ന് പതിഞ്ഞു. അതവനെ വരച്ചു തീർക്കുന്ന രീതിയിൽ മാടി വിളിക്കും പോലെ തോന്നി അവന്. പകുതിയോളം വരച്ചു തീർത്തിട്ടുണ്ട്, ഇനി ബാക്കി കൂടി. എന്തായാലും ഉറക്കം വരുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ സമയം ഇനിയും ബാക്കിയുണ്ട്. വെറുതെ ഇരുന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടുന്നതിലും നല്ലത് അത് വരച്ചു തീർക്കുന്നത് തന്നെയാവും എന്ന് തോന്നി അവന്. അതിന് അവൻ തൻ്റെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി. ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. പെയിൻ്റ് ആവാതിരിക്കാൻ മുടിയിലൊരു ക്യാപ്പ് വെച്ചു. ശേഷം ചായക്കൂട്ടുകൾ കയ്യിലേക്കെടുത്തു. അത് കയ്യിലേക്കെടുത്തപ്പോൾ തന്നെ ഒരു പുതുജീവൻ കിട്ടിയതുപോലെയായിരുന്നു അവന് തോന്നിയത്. നിറങ്ങളുടെ സമ്മിശ്രമായ ഗന്ധം അവൻ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. ശേഷം പതിയെ വരച്ചു തുടങ്ങി. അത് വരച്ചു തീർക്കാൻ ഒരുപാട് സമയമെടുത്തു എങ്കിൽ പോലും അവന് തെല്ല് പോലും ക്ഷീണം തോന്നിയിരുന്നില്ല. അത് മുഴുവൻ വരച്ചു തീർത്തതിന് ശേഷമാണ് അവൻ പുറത്തേക്കിറങ്ങിയത്. അപ്പോഴേക്കും നേരം നല്ല രീതിയിൽ തന്നെ പുലർന്നു തുടങ്ങിയിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.